മലപ്പുറം തൃക്കലങ്ങോട് വന്യജീവി ആക്രമണം 7 വളർത്താടുകളെ കടിച്ചുകൊന്നു. പുലിയാണെന്നാണ് നിഗമനം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. അഷ്കർ അലി സ്ഥലത്തുണ്ട്. അഷ്കർ, ഏത് വന്യജീവിയുടെ ആക്രമണമാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, പുലിയാണ് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ ഉള്ളത്. CCTV ദൃശ്യങ്ങൾ, അതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അടക്കമുള്ള അതിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ അതിൽ സ്ഥിരീകരണം വരും. ഇപ്പോൾ നാട്ടുകാർക്ക് തന്നെ ഈ സമയത്ത് വലിയൊരു ആശങ്കയിലുമാണ്. എൻ്റെ കൂടെ ഈ വീട്ടിലെ ഉടമസ്ഥരുണ്ട്. ഇദ്ദേഹത്തിന്റെ 7ഓളം ആടുകളാണ് ഇത്തരത്തിൽ ഈ പുലി അല്ലെങ്കിൽ ആ വന്യജീവി ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഇത് കണ്ടത്? നമ്മൾ കാണുന്നത് 7 മണിക്ക് ആണ് ഇത് കാണുന്നത്. രാവിലെ കൂട്ടുകാർക്ക് ചെല്ലുമ്പോഴാണ് ഇങ്ങനെ കിടക്കുന്നത് കണ്ട. അപ്പോൾ നമ്മൾ ആദ്യം വിഷം തട്ടിയതാണോ നല്ലൊരു നിഗമനത്തിൽ. പിന്നെ നോക്കുമ്പോൾ അങ്ങനെ ആടുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് നോക്കുമ്പോഴാണ് അപ്പോൾ ഒരു പാടിൻ്റെ പള്ള വേറെ ഇവിടെ കടിച്ച് കീറി കിടക്കുന്നുണ്ട്. അപ്പോഴാണിത് വിഷം തട്ടിയതല്ലാതെ മനസ്സിലായി. വിഷം തട്ടുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ വേറെല്ലാം ആടുകളുണ്ടല്ലോ പാട് അങ്ങനെ. അപ്പോൾ ഇങ്ങനെ കൂട്ടിക്ക് നോക്കുമ്പോൾ അപ്പോൾ 4 കൂടാണ് മൊത്തം. അതിൽ 2 കൂട്ടിലാണ് ഈ പ്രശ്നം വന്നത്. 7 ആടുകൾ. ഒന്നിൽ 4 ആടും ഒന്നിൽ 3 ആടും തന്നെ. ഒരു ആടിനെ ഭാഗ്യമായി ഭക്ഷിക്കുകയും ചെയ്തു. ഭാഗ്യമായി. അപ്പോൾ ഈ സ്മൃതി, നാട്ടുകാർക്ക് വലിയ മലപ്പുറം തൃക്കലങ്ങോട് വന്യജീവി ആക്രമണം. 7 ആടുകളെ കടിച്ചു കൊന്നു. പുലിയാണെന്ന് സംശയം. ഇന്നലെ രാത്രി പുലിയെ പിടികൂടി. തൃക്കലങ്ങോട് മരത്തായിൽ നിന്നും പിടികൂടിയ പുലിയെ കാട്ടിൽ വിട്ടയച്ചു. രാവിലെ 6:30 നെടുങ്കയത്തു നിന്നും 20 കിലോമീറ്റർ ഉൾവനത്തിലാണ് പുലിയെ വിട്ടയച്ചത്.